ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് മഴക്കാലമായതുകൊണ്ട് നമുക്കൊരു ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതായത് പെട്ടെന്നൊരു ഇഞ്ചിക്കറി വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നർ വന്നാൽ ഉള്ള കറിയുടെ കൂടെ പെട്ടെന്നൊരു ഇഞ്ചിക്കറിയും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചാൽ വെക്കാവുന്ന ഒരു ഇഞ്ചിക്കറിയാണ് അമ്മ പറയുന്നത്. അതിനുള്ള റെസിപ്പി ഇതാ കണ്ടോ. ഇഞ്ചി, കരിപ്പട്ടി, കറിവേപ്പില, വെളുത്തുള്ളി, വെളുത്തുള്ളി, കായം കട്ട, വളംപുളി, പച്ചമുളക് അരിഞ്ഞത്, ആവശ്യമായ സ്പൈസസ്, എണ്ണ, ഉപ്പ്. ഇനി നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഇഞ്ചി ഉണ്ടല്ലോ വറുക്കത്തില്ല. ഈ ഇഞ്ചി മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാൻ പോവുകയാണ്. അമ്മച്ചി ക്രഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പം ഞാൻ ഇഞ്ചി ഇടിച്ചിട്ടുണ്ട്. ആ കല്ലേ തന്നെ ഗാർലിക് കൂടെ, അതായത് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഓടി വരാം. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. ഇനി അമ്മ ചീനച്ചട്ടി അടപ്പേ വെക്കാൻ പോവുകയാണ്. അങ്ങനെ ചീനച്ചട്ടി അടപ്പേ വെച്ചു, തീ കത്തിച്ചു. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി, ആവശ്യമായ എണ്ണ കൊടുക്കുകയാണ്. ഇനി എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി. എണ്ണയ്ക്കകത്ത് ഞാനൊരു ചെറിയ കായം കട്ട കാണിച്ചായിരുന്നല്ലോ, അത് ഇതിലോട്ടിടുകയാണ്. അതൊന്ന് മൂക്കട്ടെ. അപ്പോൾ അത് പരുവായി. അതിനെ ഞാനിഞ്ഞ് എടുക്കുകയാണ്. അത് പൊടിച്ചിടാനാണ് അവസാനം. അത് ഞാൻ കോരി മാറ്റി വെച്ചു. ഓക്കെ, ഇനി ഞാനിതിലിടാൻ പോകുന്നത് കണ്ടേ ഇഞ്ചിയാണ്. ഇഞ്ചി ഇതാ ഇട്ടു. ഞാനൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിയോടൊപ്പം വെളുത്തുള്ളിയും കൊടുക്കുന്നു. എല്ലാവരും കൂടെ ഒന്ന് വഴന്നോട്ടെ. ഇഞ്ചി മൂക്കട്ടെ, നന്നായി മൂക്കട്ടെ. ഇതിനോടൊപ്പം നമുക്ക് പച്ചമുളക് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാമാണ് ഇതിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എണ്ണയിൽ അത് മൂത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു, പച്ചമുളക് കൊച്ചാട്ടരിഞ്ഞു. ഇത് കണ്ടല്ലോ. അതൊന്നും കൂടെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ഇഞ്ചിക്കറി വെക്കുന്നത് കണ്ടല്ലോ. എൻ്റെ മക്കളുമാരെന്താ എനിക്കിപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ കുറയ്ക്കുന്നത്? എന്നെ കാണുന്ന എൻ്റെ എല്ലാ ചക്കര മക്കളുമാരും എനിക്ക് സബ്സ്ക്രൈബ് തരണം, ലൈക്ക് തരണം, കമൻസ് പറയണം, അതുപോലെ ഷെയർ ചെയ്യണം. എനിക്കിപ്പോൾ സബ്സ്ക്രൈബും കമൻസും ഒന്നും കിട്ടുന്നില്ല, ലൈക്ക് കിട്ടുന്നില്ല. എന്താ എല്ലാവർക്കും എന്നോടൊരു വെറുപ്പ്? അമ്മച്ചിയോട് സ്നേഹം വേണ്ടായോ? അമ്മച്ചിയല്ലേ പിണങ്ങും എല്ലാവരോടും. നല്ല ഇഞ്ചിക്കറി അല്ലേ നിങ്ങൾക്ക് വെച്ച് തരുന്നത്? നോക്കട്ടെ, മഴയത്ത് വലിയ ചിലവില്ലാതെ പെട്ടെന്ന് ഒരു കഷ്ണം ഇഞ്ചി ആയാലും മതി. പെട്ടെന്ന് നമുക്കിങ്ങനെ ചതച്ച് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ പൊടികൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒത്തിരി മൂത്തില്ല, ഒത്തിരി മൂക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്കൊരു തരിതരിപ്പ് വേണം. അക്കറി കൂട്ടുമ്പോൾ ഒരു തരിതരിപ്പ് വേണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും. മഴക്കാലമായിട്ട് അതിനെയൊക്കെ ഒന്ന് ചവച്ച് വേണം ഇഞ്ചി അങ്ങോട്ട് ഉപയോഗിക്കാൻ. ഇഞ്ചിക്കറി എടുക്കുമ്പോൾ അതിനകത്തൊരു തരിതരിപ്പ് വേണം. അതാണ് ഈ കൊത്തി അരിഞ്ഞ കണക്ക് കിടക്കുന്നത്. മനസ്സിലായല്ലോ? ഒത്തിരി മൂക്കേണ്ട കാര്യമില്ല. അപ്പോൾ അമ്മ അതിലേക്ക് ഏത് കറിയാണെങ്കിലും നമുക്കൊരു ശകലം മഞ്ഞപ്പൊടി കൊടുക്കാം അല്ലേ? എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത്തിരി കൂടുതൽ അങ്ങ് തട്ടിയിടാം. ഇത്രയും മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ വേമ്പടിയാണ് കണ്ടേ ഉലുവാപ്പൊടി അത്യാവശ്യമാണ്. എല്ലാവരെയും കൂടെ നമുക്കൊന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റാം. കണ്ടല്ലോ, മൂക്കട്ടെ, നന്നായിട്ട് മൂക്കട്ടെ. മൂക്കുന്നുണ്ടോ?
അപ്പോൾ ഇനി നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ചീനച്ചട്ടി ആയതുകൊണ്ട് സിമ്മ് തന്നെ വേണമെന്നില്ല. അണയ്ക്കാം. ഇത് ഞാനിപ്പോൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇതാ കണ്ടല്ലോ. ഇനി ഇപ്പോൾ നമുക്കിതിലേക്ക് കൊടുക്കാൻ പോകുന്നത് പുളിവെള്ളമാണ്. ഞാൻ വാളംപുളി എടുത്ത് വെച്ചില്ലായിരുന്നോ? ആ വാളംപുളി വെള്ളം നമ്മൾ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാൻ ആ പുളി ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടട്ടെ. അപ്പോഴാണ്ട് അത് മൂത്ത എണ്ണയും ഇതെല്ലാം മൂത്തതിലോട്ട് ഞാൻ ഉണ്ടാകും നല്ല വാളംപുളി അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ്. വാളംപുളി വെള്ളം പിഴിഞ്ഞൊഴിക്കുന്നു. ശകലം വെള്ളം കൂടെ പിഴിഞ്ഞൊഴിക്കട്ടെ. അവിടെ ബാലൻസ് വാളംപുളിയും കൂടെ ഉള്ളതുകൂടെ പിഴിഞ്ഞ് അങ്ങൊഴിക്കുകയാണ്. കണ്ടല്ലോ. പിന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാമേ. ഇതാ കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. നമ്മളങ്ങ് ഒത്തിരി ഉണ്ടാക്കത്തില്ല. നോക്കിയാട്ടെ. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ കൊടുക്കാം. ആവശ്യമെങ്കിൽ ശകലം ചൂടുവെള്ളവും കൂടെ കൊടുക്കാം. നല്ലതുപോലെ ഞാൻ ഇഞ്ചി എടുത്തായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് ശകലം ചൂടുവെള്ളവും കൂടെ കൊടുക്കാം. ശകലം ചൂടുവെള്ളം കൊടുത്തു. ഇതിനി ഒന്ന് വെന്ത് പറ്റട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുകയാണ്. ഇനി എല്ലാവരും കൂടെ ചേർന്നൊന്ന് വേവട്ടെ. കണ്ടല്ലോ. നന്നായി ഒന്ന് തിളച്ച് പറ്റട്ടെ. സിമ്മിലിടാം. തിളച്ച് പറ്റി എണ്ണ തെളിയട്ടെ. എന്താ കുഴപ്പം? അപ്പോഴേ വറ്റിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ഒന്നും കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എണ്ണ തെളിയുന്നുണ്ട്. താണ്ടേ വറ്റിയിട്ടില്ല. താണ്ടേ എണ്ണ തെളിയുന്നതേ ഉള്ളൂ. എല്ലാം ഒന്ന് നന്നായി വരട്ടെ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പം പെട്ടെന്ന് ഒരു ഇഞ്ചിക്കറി വേണമെന്നുണ്ടെങ്കിൽ മക്കളെ ഇത് കണ്ടല്ലോ, ഇതേപോലെ പെട്ടെന്ന് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് കല്ലേ ചതച്ചാലും മതി. കല്ലേ ചതച്ച് ഒരു കൂട്ടം വെളുത്തുള്ളിയും ഇഞ്ചിയും 2 പച്ചമുളകും 3 കൂടെ ചതച്ചാൽ മതി. ഇച്ചിരി പുളിയും കൂടെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചതച്ച് എല്ലാം കൂടെ ചേർത്ത് നമ്മളിങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നേരി വരികയാണ്, ഞാൻ ആ കായ ഉണ്ടല്ലോ, വറുത്ത കായം പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. ഒരിച്ചിരി കായപ്പൊടി, ഒത്തിരി വേണ്ട. വറുത്ത കായം ആണ് പൊടിച്ച് ഇട്ടത്. ഇനി നമ്മളിതിൽ ചേർക്കാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? കുറച്ച് കരിപ്പട്ടി ഇട്ടാട്ടെ. അതെന്തിനാണെന്നറിയോ? എരിവും മധുരവും പുളിയും അതിൻ്റെ കവർപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും. മലപ്പുറം സൈഡിലൊക്കെ ഇഞ്ചിക്കറി വേറെ രീതിയിലാണ്, തൃശ്ശൂർ ഇഞ്ചിക്കറി വേറെ രീതിയിലാണ്. അപ്പോഴാ നോക്കിയട്ടെ, സാധാരണ നമ്മുടെ ഇഞ്ചിക്കറി ആണെങ്കിൽ ഇങ്ങനെ കൊറ്റാനും പീരയും പോലെ കിടക്കുമോ? ഇല്ല. ഇതിൻ്റെ അകത്ത് ഇത് ഇത്ര ഇഞ്ചിക്കൊത്താണ് ഈ കാണുന്നത്. അപ്പം മഴക്കാലത്ത് ഈ ഇഞ്ചിക്കൊത്തോടു കൂടി ചോറ് കഴിക്കുമ്പം നമുക്കൊരു ടേസ്റ്റുമാണ്, വയറ്റിന് നല്ല സുഖവുമാണ്. കണ്ടോ, ശരീരത്തിന് നല്ലതാണ്. പിന്നെ ആഴ്ചയിലൊരിക്കൽ ഇഞ്ചിക്കറി കൂട്ടി ചോറുണ്ടണം. മനസ്സിലായല്ലോ? ഇഞ്ചിക്കറിയെക്കുറിച്ച് അറിയാമല്ലോ. എത്ര കറിക്ക് പകരമാണ് ഒരു ഇഞ്ചിക്കറി? അപ്പോഴാ എല്ലാവരും ആഴ്ചയിലൊരിക്കൽ ഇഞ്ചി കറി വെച്ച് കഴിക്കണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, 100 കറിക്ക് തുല്യമാണ് ഒരു ഇഞ്ചിക്കറി, അല്ലേ? മഴക്കാലത്ത് 100 കൂട്ടം കറി വെക്കാനേ നമ്മൾ പോകണ്ട. ഒരു ഇഞ്ചിക്കറി നല്ല ചൂട് ചോറും ഇച്ചിരി ചൂട് കഞ്ഞെള്ളവും അല്ലെ ചൂട് വെള്ളവും ഉണ്ടെങ്കിൽ ഉച്ച ഊണ് റെഡി. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ പൊള്ളിച്ചുണ്ടെങ്കിൽ പറയണ്ട. അതാ നോക്കിയാട്ടെ. അപ്പോഴാ പല രീതിയിൽ നമുക്ക് ഇഞ്ചിക്കറി വെക്കാം. ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. ഓണത്തിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
ഇഞ്ചി കഴുകി വൃത്തിയാക്കി വട്ടത്തെ അരിഞ്ഞ് വെയിലത്ത് വെച്ചുണക്കി പൊടിച്ച് ആ പൊടി എടുത്തൊക്കെയാണ് ഇഞ്ചിക്കറി ചിലർ വയ്ക്കുന്നത്. ചിലരാണെങ്കിലോ ഇഞ്ചി വറുത്ത് പൊടിച്ചെടുക്കും. പല രീതിയിൽ ഇഞ്ചിക്കറി വെക്കും. ഇത് അമ്മച്ചിയുടെ ഒരു പെട്ടെന്നുള്ള ഒരു ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. ഇതിവിടെ ഞാൻ പെട്ടെന്ന് വെക്കാറുണ്ട്. പ്രസവക്കാർക്ക് ഇവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രസവക്കാർക്ക് നമ്മളിങ്ങനെ 1-2 ദിവസത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം, പെട്ടെന്ന് തീരുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഇഞ്ചിക്കറി എപ്പോഴും നല്ലതാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഇഞ്ചി ഇല്ലേ, നാരങ്ങ കൊണ്ട് ഇഞ്ചി ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം വേണ്ട. ഇപ്പം ഇത് പെട്ടെന്ന് വെക്കാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ, കണ്ടല്ലോ. ഇനി നമുക്കിതിൽ ഒരു കാര്യവും കൂടെ ചേർക്കാം. എന്താണ്? കറിവേപ്പില ചേർക്ക്. കറിവേപ്പിലയൊക്കെ ഇച്ചിരി കൂടുതൽ ഇരുന്നോട്ടെ, എല്ലാവരും മഴയോട്ട് കൂടുതൽ ഇരുന്നോട്ടെ. അതിമണവും അതിരുചിയും കരിപ്പട്ടിയുടെ മധുരവും ഉപ്പും എരിവും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് ഈ ഇഞ്ചിക്കറി കൂട്ടാൻ. ഇത് കണ്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റല്ലേ? സാധാരണ ഇഞ്ചിക്കറി പോലാണോ? ഒന്ന് നോക്കിയോട്ടെ. സദ്യക്ക് വിളമ്പുന്ന. അപ്പോൾ കറി ഏകദേശം വറ്റി എണ്ണ തെളിഞ്ഞത് കണ്ടോ? എങ്ങനെയുണ്ട്? അപ്പോൾ ഒന്ന് ഇളക്കി കാണിക്കട്ടെ. കണ്ടോ? നല്ല സൂപ്പർ ഡൂപ്പർ കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് കറി വാങ്ങി വെക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാങ്ങി വെക്കട്ടെ അമ്മച്ചി? അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആണ്ടേ അല്പം ചോറിൽ ഇച്ചിരി ഇഞ്ചി ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. വേറെ കറികളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിന്ന് വേറെ കറികളൊന്നും വേണ്ട. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മഴയല്ലേ, നോക്കിയാട്ടെ. ആ തരിതരിപ്പാട്ട് ഇഞ്ചി കിടക്കുന്ന കണ്ടോ? നല്ല മണമുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട് മാമേ, അടിപൊളി. എനിക്കിന്ന് വേറൊരു കറിയും വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും മഴക്കാലമാണല്ലോ, 2 കഷ്ണം ഇഞ്ചി എടുക്കുക. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഴുകി അത് ചതച്ചെടുക്കുക. 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. അതിൽ വെളുത്തുള്ളി വേറെ ഇടിക്കണം, ഇഞ്ചി വേറെ ഇടിക്കണം. എല്ലാം ചതച്ച് വാരി ഇതേപോലെ ശകലം എണ്ണയ്ക്കകത്ത് മൂപ്പിക്കുക. പച്ചമുളക് ഇടുക. അതിനാവശ്യമായ മുളക് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി ഇവയെല്ലാം ചേർക്കുക. വഴറ്റുക. വാളംപുളി വെള്ളം ചേർക്കുക അല്ലേ? എന്നിട്ട് എന്താ നമ്മൾ ചെയ്തത്? മധുരം എരിവും ഉപ്പും ബാലൻസ് ആകാൻ വേണ്ടി നമ്മൾ സ്വല്പം മധുരം കരിപ്പട്ടി തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കരിപ്പട്ടി ഇല്ല, അല്പം പഞ്ചസാരയോ ശർക്കരയോ കൊടുത്താലും ഒരു കുഴപ്പവും ഇല്ല. ഇച്ചിരി കായം കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില കൊടുക്കുക. ഇത് ഗർഭിണി പ്രസവിച്ച് വീട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ കറി നല്ലതാണ്. കണ്ട? ആ തരിതരിപ്പോടുകൂടി കഴിക്കണം. ആ ഇഞ്ചി അങ്ങോട്ട് ചവച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. സാധാ ഇഞ്ചിക്കറി അല്ലിത്. ഇത് ചെയ്ത് നോക്കി ഗുണമാണെങ്കിൽ എന്നോട് പറയണം. എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അമ്മച്ചിയുടെ വീഡിയോ എല്ലാവരും കാണണം. അതുപോലെ തന്നെ നിങ്ങളെന്താ എനിക്ക് ഷെയറും കമൻസും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ കുറയ്ക്കുന്നത്? എന്നോട് ആർക്കും ഇഷ്ടമില്ലേ? എന്ത് പറയുന്നു? മഴയായിട്ട് നല്ലൊരു റെസിപ്പിയായിട്ടല്ലേ അമ്മച്ചി ഇപ്പോൾ വന്നത്. ഇന്ന് അമ്മക്ക് എപ്പോഴും നോൺ കിട്ടത്തില്ലല്ലോ, അപ്പോൾ ഇത് മതി. ഒരു പപ്പടവും കൂടെ ഉണ്ട്, ഊണ് റെഡി. ഒന്നും വേണ്ട, ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട. അല്ല ചൂടിയോറായിരിക്കണമെന്നേ ഉള്ളു. അല്ല എവിടെ വാരി അങ്ങോട്ട് കഴിച്ചേ, സൂപ്പറാണ്. അപ്പോൾ അമ്മച്ചി വയ്ക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബായ് മക്കളെ.